ഹായ് ഹലോ ഗൈസ് നമ്മൾ നെല്ലിയാമ്പതി പോയിട്ട് സ്റ്റേ ചെയ്ത റിസോർട്ടിന്റെ മെയിൻ എൻട്രൻസ് ആണിത്. ഈ റിസോർട്ടിനെ കുറിച്ച് എനിക്ക് 4 പറയാനുണ്ട്. 4 അല്ല 10 വർത്താനം പറയാനുണ്ട്. സംഭവം 604 ഏക്കറിലാണ് ഇവർ ഈ റിസോർട്ട് ഉണ്ടാക്കി വെച്ച് നോക്കുന്നത്. ആ മെയിൻ ഗേറ്റിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്ക് പോയിട്ടാണ് ഈ റിസോർട്ടുള്ളത്. വേറെ വൈബ് എന്ന് പറഞ്ഞാൽ വേറെ വൈബ് സെറ്റ്. നല്ലൊരു കാടിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ സംഭവമൊക്കെ സെറ്റാക്കി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി നോക്കണേ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഹെറിറ്റേജ് ആയിരുന്നു ഇതാ ഈ ഒരു കുഞ്ഞൊരു വീട്. നല്ല വിൻറ്റേജ് രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ബാത്റൂം അടക്കം നല്ല നീറ്റായിട്ട് അവർ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. വെൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എന്താ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇതായിരുന്നു നമ്മുടെ റൂമും നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ക്ലീൻ ആക്കി അവർ സെറ്റ് ആക്കിയിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ ഈ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കലായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി. കൂടെ അതെ എൻ്റെ മോളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റൂമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടുണ്ടപ്പോൾ പുറത്തുനിന്ന് എങ്ങനെയാ അവസ്ഥ എന്ന് പോയി നോക്കാൻ വെച്ചിട്ട് പിള്ളേരുടെ കൂടെ ഞാനും ഇറങ്ങി. പിള്ളേരുടെ കൂടെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാവും. അവർ ആ രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്യുക, ഞാനും ആ രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യണത്. അതൊരു പ്രത്യേക ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നടന്നതാ ഈ ഒരു ഗ്രൗണ്ടിലെത്തി. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലേ ഏരിയ ആയിട്ട് നമ്മളെടുത്തത്. അങ്ങനെ കുറച്ചും കൂടെ നീങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ആ ഗ്രൗണ്ടിൽ തന്നെ നല്ലൊരു പാർക്ക് സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റ് അടിപൊളി സ്ഥലമാണ്. ഫാമിലി ആയിട്ട് വരുമ്പോൾ മക്കൾ ഭയങ്കര ഹാപ്പി ആവും. അവർക്ക് ഈ വക സംഭവങ്ങളൊക്കെ മതിയല്ലോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഊഞ്ഞാലൊക്കെ ഇരുന്നാടി ആ ക്ഷീണം മാറ്റാൻ നമ്മളിതാ ഐസ്ക്രീമൊക്കെ തട്ടിക്കയറ്റി. അപ്പോൾ ഒന്നും കൂടെ എനർജി ആയപ്പോൾ എല്ലാവരും പിന്നെയും ഭയങ്കര കളിയും പറയാല. അങ്ങനെ നേരം പോയി ഇതറിഞ്ഞില്ല, പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്തു. രാത്രി വൈബ് വേറെ ലെവലായിരുന്നു.